ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കേരളത്തിന്റെ പൈതൃകവും സംസ്കാരവും സംരക്ഷിച്ച് വരും തലമുറയ്ക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ പുരാവസ്തു വകുപ്പ് മുന്നിട്ടിറങ്ങുന്നു. പരിസ്ഥിതി, വനം, പൈതൃകം, ചരിത്രം തുടങ്ങിയവ ജനപ്രിയമാക്കിക്കൊണ്ട് ഈസ്റ്റ് ഹിൽ ആർട്ട് ഗ്യാലറിയിൽ 3D തിയേറ്റർ പ്രവർത്തന സജ്ജമായി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. അക്രമവും അഴിമതിയും നിറഞ്ഞ കേരള ഭരണത്തിന്റെ മാതൃക കോഴിക്കോട് കോർപ്പറേഷനിൽ അനുവദിക്കില്ലെന്ന് BJP സംസ്ഥാന സമിതി അംഗം ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്താൻ മാതൃഭാഷയെ പടിക്ക് പുറത്താക്കരുതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം KT രാധാകൃഷ്ണൻ. PSC പരീക്ഷ മലയാളത്തിലാക്കാൻ മലയാള ഐക്യവേദിയുടെ ധർണ. സർക്കാരിന് നേരെ ജീവനക്കാരുടെ ആവശ്യമുന്നയിക്കേണ്ട യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് NGO യൂണിയൻ എന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് സംഘ് സംസ്ഥാന സെക്രട്ടറി B. ജയപ്രകാശ്. വാർത്തകൾ വിശദമായി. അഴിമതിയുടെയും അക്രമത്തിന്റെയും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന കേരള മുഖ്യമന്ത്രിയെ മാതൃകയാക്കി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് BJP സംസ്ഥാന സമിതി അംഗം ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ. തെരുവുവിളക്ക് അഴിമതി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട കൌൺസിലർമാരെ കയ്യേറ്റം ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് നടത്തിയ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കോർപ്പറേഷനിലെ തെരുവ് വിളക്ക് അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൌൺസിലർമാരെ കയ്യേറ്റം ചെയ്ത നടപടിക്ക് എതിരെയാണ് BJP പ്രതിഷേധ പ്രകടനം നടത്തിയത്. 11:30 കോർപ്പറേഷൻ പ്രധാന കവാടത്തിന് മുന്നിൽ മുദ്രാവാക്യം വിളികളോടെ എത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു. നേരത്തെ തന്നെ പ്രവർത്തകർ അക്രമാസക്തമാകുമെന്ന നിഗമനത്തിൽ പോലീസ് വൻ സുരക്ഷ ഒരുക്കിയിരുന്നു. എന്നാൽ പ്രധാന ഗേറ്റിന് നേരെ പാഞ്ഞെടുത്ത പ്രവർത്തകർ കോമ്പൗണ്ടിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പ്രതിഷേധ ധർണ BJP സംസ്ഥാന സമിതി അംഗം ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അഴിമതിയുടെയും അക്രമത്തിന്റെയും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന കേരള മുഖ്യമന്ത്രിയെ മാതൃകയാക്കി കോഴിക്കോട്ടും കോർപ്പറേഷൻ ഭരിക്കാൻ ശ്രമിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന അവസരത്തിൽ മറ്റെല്ലാ പ്രസിഡന്റുകളെയും കൂടുതൽ നല്ല അഭിപ്രായം നേടിയെടുത്തിട്ടുള്ള ഈ തോട്ടത്തിൽ രവീന്ദ്രൻ ഈ ഗുണ്ടകളെ വെച്ച് ഭരിക്കുന്ന ഈ കോർപ്പറേഷന്റെ നേതാവായിരുന്നുകൊണ്ട് ഒരു ഗുണ്ടാ സംരക്ഷണ ഭരണം നടത്തുന്നുവെങ്കിൽ അതിന്റെ മാർക്കറ്റ് കുറയുന്നത് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രനാണ് എന്നുള്ള ഒരു എളിയ അപേക്ഷ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഗുണ്ടകളെ അമർച്ച ചെയ്യാം. ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വരില്ല. കാരണം ഇന്ന് ഭരിക്കുന്നത് അവരൊക്കെ തന്നെയാണ്. എല്ലാ മേഖലകളും നോക്കിക്കഴിഞ്ഞാൽ ഇതിന് തനി ആവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. ആരൊക്കെയാണെന്ന് കേരളം ഭരിക്കുന്നത്? അവരാണല്ലോ ഇവർക്കൊക്കെ മാതൃക. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കോർപ്പറേഷനെ അഴിമതിയിൽ മുക്കിയ പിന്തുടർച്ചയാണ് ഈ ഭരണസമിതിയും ഏറ്റെടുക്കുന്നത്. ഗുണ്ടകളെ വെച്ചാണ് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ കോർപ്പറേഷൻ ഭരിക്കുന്നത്. കോഴിക്കോട് നഗരസഭയെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയ ഭരണസമിതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. പരിപാടിയിൽ ഖജാൻജി TV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ, രമണി ഭായ്, സുരേഷ്, പരമേശ്വരൻ, നാരങ്ങയിൽ ശശിധരൻ, ഷൈബു, വിജയകൃഷ്ണൻ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. ഉത്സവങ്ങളിൽ വെടിക്കോപ്പുകൾ സുരക്ഷിതത്വം പാലിക്കാതെയും നിരുത്തരവാദപരമായും കൈകാര്യം ചെയ്യുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് ജില്ലാ ഫയർ വർക്കേഴ്സ് ഡീലേഴ്സ് അസോസിയേഷൻ. ലൈസൻസ് ഇല്ലാത്തവർ പടക്കങ്ങൾ വിൽപ്പന നടത്തുന്നത് നിർത്തണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. എക്സ്പ്ലോസീവ് കൺട്രോളറുടെ അനുമതിയോടെ ശിവകാശിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അപകടരഹിതമായ പടക്കങ്ങളാണ് അംഗീകൃത വ്യാപാരികൾ ഇവിടെ വിൽപ്പന നടത്തുന്നത്. എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഉത്സവപ്പറമ്പുകളിലും വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രങ്ങളിലും ഇവ കൈകാര്യം ചെയ്യുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് കോഴിക്കോട് ജില്ലാ ഫയർ വർക്കേഴ്സ് ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു.
തികച്ചും നിയമാനുസൃതമായി കച്ചവടം നടത്തുന്ന അംഗീകൃത പടക്ക വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കാനും കച്ചവടം നടത്താനും പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലൈസൻസ് പുതുക്കുന്നതിലും കടപരിശോധനയിലും ഉദാര സമീപനം കൈക്കൊള്ളുക, അംഗീകൃത വ്യാപാരികൾക്ക് അനുവദിച്ച അളവ് വർദ്ധിപ്പിക്കുക, ഓൺലൈൻ വ്യാപാരം തടയുക, ലൈസൻസ് ഇല്ലാത്തവർ ഗിഫ്റ്റ് പാക്ക് എന്ന പേരിൽ പടക്ക കച്ചവടം നടത്തുന്നത് തടയുക എന്നീ ആവശ്യങ്ങളും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചു. പടക്ക വിൽപ്പനയ്ക്ക് ലൈസൻസ് ഇല്ലാതെ പടക്കം വിതരണം ചെയ്യുന്ന സംഘടനകളും വ്യക്തികളുമുണ്ട്. അവരെ ഞങ്ങൾ സ്ക്വാഡ് രൂപീകരിച്ച് കണ്ടെത്തിയിട്ട് വേണ്ടപ്പെട്ട അധികാരികളെ വിവരമറിയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ തടയാനുള്ള സർക്കാരിനു നേരെ ജീവനക്കാരുടെ ആവശ്യം ഉന്നയിക്കേണ്ട യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജീവനക്കാരെ തികച്ചും നിരാശപ്പെടുത്തുകയാണ് NGO യൂണിയൻ എന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് സംഘ് സംസ്ഥാന സെക്രട്ടറി ബി ജയപ്രകാശ്. ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഒറ്റത്തവണയായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ് ഫെറ്റോയുടെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ കൂട്ട ധർണ സംഘടിപ്പിച്ചത്. പെൻഷൻ പ്രായം 60 ഉയർത്തുക, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുക, വിലക്കയറ്റം തടയുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക എന്നിവയും സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങളാണ്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നുള്ള LDFന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിലെ വാഗ്ദാനം കാറ്റിൽ പറത്തി അധികാരത്തിലേറി 10 മാസം പിന്നിടുമ്പോഴും അനുകൂല തീരുമാനമുണ്ടാവാത്തതുമാണ് സംസ്ഥാനത്തുടനീളം പ്രതിഷേധം ശക്തമാക്കി ഫെറ്റോ രംഗത്തിറങ്ങിയത്. ഫെറ്റോ സംസ്ഥാന ട്രഷററും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് സംഘ് സംസ്ഥാന സെക്രട്ടറിയുമായ ബി ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനു നേരെ ജീവനക്കാരുടെ ആവശ്യമുന്നയിക്കേണ്ട യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജീവനക്കാരെ തികച്ചും നിരാശപ്പെടുത്തുന്ന നിലപാടെടുക്കുകയാണ് NGO യൂണിയനെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കണ്ണടച്ച് യാഥാർത്ഥ്യത്തിൽ നിന്നും ജീവനക്കാരുടെ ആവശ്യമുന്നയിക്കേണ്ട യാഥാർത്ഥ്യത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജീവനക്കാരെ തികച്ചും നിരാശപ്പെടുത്തുന്ന നിലപാടെടുക്കുന്ന NGO യൂണിയന്റെ നിലപാടിനെ അപലപിക്കാതെ യാതൊരു തരവുമില്ലാതെ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും NGO യൂണിയൻ ഉന്നയിക്കേണ്ടത്, നിങ്ങൾ ഇന്നലെ വിളിച്ച മുദ്രാവാക്യത്തിന് നിങ്ങൾ അതിന് അംഗീകാരം നൽകുന്നുണ്ടോ എങ്കിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഒന്നുമില്ലെങ്കിലും സംസ്ഥാന സമിതിയെങ്കിലും ജില്ലാ ഘടകങ്ങളെങ്കിലും ഒരു പ്രമേയമെങ്കിലും പാസാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഫെറ്റോ ജില്ലാ സെക്രട്ടറി A. അനൂപ് അധ്യക്ഷനായിരുന്നു. ഫെറ്റോ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി T. ദേവാനന്ദൻ, പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M. K. സദാനന്ദൻ, NTU സമിതി അംഗം T. അനൂപ് കുമാർ, BMS ജില്ലാ സെക്രട്ടറി OK. ധർമ്മരാജ്, RRKMS അഖിലേന്ത്യാ പ്രവർത്തക സമിതി അംഗം K. ദിനേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്താൻ ലോകത്തിന്റെ ഏതു പ്രദേശത്തുമുള്ള ആളുകൾ അവരുടെ മാതൃഭാഷയെ പടിക്ക് പുറത്താക്കിയിട്ടല്ല വിദ്യാഭ്യാസത്തിന് ഗുണനിലവാരം ഉണ്ടാക്കുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം KT രാധാകൃഷ്ണൻ. PSC പരീക്ഷ മാതൃഭാഷയിലാക്കുക എന്ന ആവശ്യമുന്നയിച്ച് മലയാള ഐക്യവേദി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PSC പരീക്ഷകൾ മാതൃഭാഷയിലാക്കുക, മാതൃഭാഷാവകാശം സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മലയാള ഐക്യവേദി നിരന്തര സമരങ്ങൾ നടത്തിവരുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് കോഴിക്കോട് ജില്ലാ PSC ഓഫീസിന് മുന്നിലും ധർണ സംഘടിപ്പിച്ചത്. ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പരീക്ഷകൾ മാതൃഭാഷയിലായിരിക്കണമെന്നും എല്ലാ ചോദ്യപേപ്പറുകളും മലയാളത്തിൽ കൂടി ലഭ്യമാക്കണമെന്നുള്ള ഭാഷാ അവകാശമാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം KT രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്താൻ ലോകത്തിന്റെ ഏതു പ്രദേശത്തുമുള്ള ആളുകൾ അവരുടെ മാതൃഭാഷയെ പടിക്ക് പുറത്താക്കിയിട്ടല്ല വിദ്യാഭ്യാസത്തിന് ഗുണനിലവാരം ഉണ്ടാക്കേണ്ടതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇങ്ങനെ അന്താരാഷ്ട്ര നിലവാരമെന്ന് നമ്മളിപ്പോഴൊക്കെ പറയുന്ന ആ നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടി ലോകത്തിന്റെ ഏത് പ്രദേശത്തുമുള്ള ആളുകൾ അവരുടെ മാതൃഭാഷയെ പടിക്ക് പുറത്താക്കിയിട്ടല്ല വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൗരന് അവന്റെ അഭിപ്രായങ്ങൾ സധൈര്യം പറയാൻ, അവന്റെ ആവിഷ്കാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു തടസ്സവും ഉണ്ടാവരുത് എന്നത് ഭരണഘടനാബദ്ധമായ ഒരു അവകാശമാണ്. ആ അവകാശത്തെയാണ് മാതൃഭാഷയെ അവഗണിക്കുന്നത് മൂലം, മാതൃഭാഷയ്ക്ക് അർഹമായ പ്രാധാന്യം നൽകാത്തത് മൂലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള ഐക്യവേദി പ്രസിഡന്റ് അഭിലാഷ് തിരുവോത്ത് അധ്യക്ഷനായിരുന്നു. മലയാള ഐക്യവേദി സെക്രട്ടറി സതീഷ് കുമാർ,
കൺവീനർ ഡോക്ടർ പി സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കുറ്റിക്കാട്ടൂർ അർബോൾ ഒരുക്കുന്നു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 2017 മാർച്ച് 10 മുതൽ 31 വരെ 5% മുതൽ 30% വരെ വിലക്കുറവ്. പരമ്പരാഗത ഫർണിച്ചറുകൾ, ആധുനിക വിദേശ നിർമ്മിത ഫർണിച്ചറുകൾ, സുവാരി, ബെല്ല മലേഷ്യ, ഇന്ത്യൻ, ഇന്തോനേഷ്യൻ, അർബോൾ തുടങ്ങിയ ബ്രാൻഡഡ് ഫർണിച്ചറുകൾ, ബെഡ്റൂം സെറ്റ്, സോഫ, ഡൈനിങ്, ഓഫീസ് ഫർണിച്ചർ, ഹാൻഡിക്രാഫ്റ്റ്. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ അർബോൾ കുറ്റിക്കാട്ടൂർ. ഫോൺ 8943-894-360 8943-894-364. സ്വർണത്തിന്റെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ മികച്ച അവസരം. വിലയുടെ 10% മുതൽ നൽകി വിവാഹ സ്വർണം മുൻകൂർ ബുക്ക് ചെയ്യൂ. സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 40% വരെ ഇളവും. ഈ സവിശേഷ ആനുകൂല്യം മാർച്ച് 31 വരെ മാത്രം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കടിയങ്ങാട് പെട്രോൾ പമ്പിനെതിരെ സമരം ശക്തമാക്കുമെന്ന് പെട്രോൾ പമ്പ് വിരുദ്ധ സമരസമിതി. നിയമങ്ങൾ കാറ്റിൽ പറത്തി പണവും പവറും ഉപയോഗിച്ചാണ് പമ്പ് ആരംഭിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൊയിലാണ്ടി താലൂക്കിലെ കൂത്താളി പഞ്ചായത്തിൽ കോഴിക്കോട് കുറ്റ്യാടി റോഡിൽ കടിയങ്ങാട്ട് എല്ലാ നിയമങ്ങളും ലംഘിച്ച് നടത്താൻ പോകുന്ന പെട്രോൾ പമ്പിനെതിരെ ജനകീയ സമരം ശക്തമാക്കുമെന്ന് കടിയങ്ങാട് പെട്രോൾ പമ്പ് വിരുദ്ധ സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. 7 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന ആസ്മ രോഗികൾ അടങ്ങുന്ന 84 പേർ ഒപ്പിട്ട പരാതി മുഖ്യമന്ത്രി മുതൽ കളക്ടർ, ADM, പഞ്ചായത്ത് സെക്രട്ടറി, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ വരെയുള്ളവർക്ക് നൽകിയിട്ടും പരാതിക്കാരെ വിളിച്ച് അന്വേഷണം നടത്താൻ പോലും അധികാരികൾ തയ്യാറായില്ല. ലക്ഷങ്ങൾ വാങ്ങി പമ്പ് സ്ഥാപിച്ചു കൊടുക്കുന്ന മാഫിയകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ജനകീയ പ്രതിരോധം പരിഗണിക്കാതെ പമ്പ് അനുവദിക്കരുതെന്നും സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ പമ്പുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന പെട്രോളിയം പ്രോഡക്ട്സ്, അതേപോലെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊന്ന് നിർത്തിയിട്ടുണ്ടാകുന്ന പുകയും ശല്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാതാക്കുകയാണ്. SNDP യൂണിയൻ മൈക്രോ ഫിനാൻസിന്റെ മറവിൽ ജില്ലയിലും ലക്ഷങ്ങളുടെ തട്ടിപ്പ്. കോഴിക്കോട് യൂണിയന് കീഴിലെ വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ മറവിലാണ് ധനലക്ഷ്മി ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ സമാന രീതിയിലുള്ള തട്ടിപ്പ് നേരത്തെ പുറത്തുവന്നിരുന്നു. വനിതാ അംഗങ്ങൾക്ക് വായ്പ നൽകാനെന്ന പേരിലെടുത്ത തുക വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുത്തതാണെന്നാണ് വനിതാ അംഗങ്ങളുടെ പരാതി. ഇതിൽ ഒരു വിഭാഗം വെള്ളിയാഴ്ച ബാങ്കിലെത്തിയതോടെയാണ് വിവരം പുറത്തറിയുന്നത്. ചില സ്വയം സഹായ സംഘങ്ങൾക്ക് വായ്പ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവർ തിരിച്ചടച്ച പണം ബാങ്കിന് ലഭിച്ചില്ലെന്നും അംഗങ്ങൾ പറയുന്നു. തിരിച്ചടച്ചവർക്കും ബാങ്കിന്റെ റിക്കവറി നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഇതോടെ കക്കോടി, ചേളന്നൂർ പഞ്ചായത്തുകളിൽ സ്വയം സഹായ സംഘങ്ങളും നാട്ടുകാരും സംഘടിച്ച് പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചു. 2013 ധനലക്ഷ്മി ബാങ്കിന്റെ പാവമണി റോഡ് ബ്രാഞ്ചിൽ നിന്ന് SNDP കോഴിക്കോട് യൂണിയൻ 66.66 ലക്ഷം രൂപ വായ്പയെടുത്തത്. ഇതിൽ 8,81,441.04 രൂപ കുടിശ്ശികയുണ്ടെന്ന് കാണിച്ചാണ് ബാങ്ക് മാർച്ച് 21 അംഗങ്ങളുടെ പേരിൽ നോട്ടീസ് അയച്ചത്. തങ്ങളുടെ പേരും ഒപ്പം തിരിച്ചറിയാൻ രേഖയും വ്യാജമായി നിർമ്മിച്ച് പണം തട്ടിയെന്നാണ് യൂണിയന്റെ മക്കട ശാഖയ്ക്ക് കീഴിലുള്ള ഗുരുപ്രഭ വനിതാ സ്വാശ്രയ സംഘത്തിലെ അംഗങ്ങൾ പറയുന്നത്. ഇവരാണ് വെള്ളിയാഴ്ച ബാങ്കിൽ നേരിട്ടെത്തിയത്. ദേശീയാണ് ഇപ്പൊ കാണിച്ചതാണ്. 2011 ഇതുപോലെ ഒരു കേസ് നടന്നിട്ടുണ്ട്. അതിന്റെ കേസ് വിജിലൻസ് അന്വേഷിച്ചിരുന്നു. ഇപ്പൊ ക്രൈംബ്രാഞ്ച് CI അന്വേഷിക്കുന്നുണ്ട്. അത് അന്വേഷിക്കുന്നത് നിലനിന്നുകൊണ്ടാണ് 2013 രണ്ടാമത് തട്ടിപ്പ് വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത്. ഇനിയും ഇതുപോലെ പല SNDP ശാഖയുള്ള ആളുകൾ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം വായ്പ തിരിച്ചടച്ചവർക്കും നോട്ടീസ് വന്നതാണ് പരിഭ്രാന്തിക്ക് ഇടയാക്കിയതെന്നും മുഴുവൻ തുകയും ബാങ്കിലേക്ക് തിരിച്ചടച്ചതായും യൂണിയൻ ഭാരവാഹിയായ സുധീഷ് പറഞ്ഞു. യൂണിയനിൽ നിന്ന് ഒരു വിഭാഗം പ്രവർത്തകർ CPIയിലേക്ക് പോയതിന്റെ പകപോക്കാനായി BJP അനുഭാവികളായ യൂണിയൻ ഭാരവാഹികളാണ് പ്രചരണത്തിന് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടിശ്ശിക വന്നപ്പോൾ സാധാരണ റിക്കവറി നടപടികളുടെ ഭാഗമായാണ് നോട്ടീസ് അയച്ചതെന്ന് ബാങ്ക് റീജിയണൽ മാനേജർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലെ കുടിവെള്ള പദ്ധതി അട്ടിമറിക്കാനാണ് ജീവനക്കാരെ മാറ്റിയതെന്ന മുനിസിപ്പൽ ഭരണസമിതിയുടെ വാർത്താ സമ്മേളനം ശുദ്ധ കളവാണെന്ന് LDF അംഗങ്ങൾ. ഭരണപരാജയം മറച്ചുവെക്കാൻ സ്ഥലമാറ്റം കരുവാക്കുകയാണെന്നും LDF അംഗങ്ങൾ ഫറൂഖിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
ഫറൂഖ് മുനിസിപ്പാലിറ്റിയിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത് ജലവകുപ്പാണെന്നും ഈ പദ്ധതി പൂർത്തീകരിച്ചു വരികയാണെന്നും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ 10 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതാണെന്നും അല്ലാതെ മുനിസിപ്പാലിറ്റി ജീവനക്കാരെ മാറ്റുന്നതിൽ കുടിവെള്ള പദ്ധതിയുമായി ഒരു ബന്ധവുമില്ലെന്നും ജീവനക്കാർ മാറുന്നതും വരുന്നതും പതിവ് നടപടിക്രമത്തിന്റെ ഭാഗമാണെന്നും LDF അംഗങ്ങൾ പറഞ്ഞു. 38ാം ഡിവിഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ സെക്ഷൻ ക്ലാർക്ക് കൃത്രിമം നടത്താൻ ശ്രമിച്ചെന്നും ഇതിൽ ചെയർപേഴ്സണും പൊതുമരാമത്ത് ചെയർമാനും കൂട്ടുനിന്നതായും ഇതുമായി ബന്ധപ്പെട്ട് ക്ലാർക്കിനെതിരെ വരണാധികാരികൾക്ക് പരാതി നൽകിയതായും അംഗങ്ങൾ പറഞ്ഞു. മുനിസിപ്പാലിറ്റി അവതരിപ്പിച്ച സാമ്പത്തിക ബജറ്റ് ശുദ്ധ അസംബന്ധമാണെന്നും പഞ്ചായത്ത് തല വികസനത്തിന് 1,20,00,000 രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും കുടിവെള്ളത്തിന് പട്ടികജാതി മേഖലയിൽ 1 രൂപ പോലും വകയിരുത്തിയിട്ടില്ലെന്നും അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. മാത്രമല്ല ഭരണസമിതിയിൽ നടക്കുന്നത് ഭരണമല്ലെന്നും തമ്മിൽ തല്ലാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഭരണവൈകല്യം മറച്ചുവെക്കാൻ വേണ്ടി ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കുടിവെള്ള പദ്ധതി ഇവിടെ നിന്നു പോകാൻ പോവുകയാണ്. കുടിവെള്ള പദ്ധതി എന്ന് ആകെ ഇങ്ങനെ ആക്രോശിച്ച് നടക്കുക. യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് അത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റിൽ ഒരു പൈസ വകയിരുത്തിയില്ലേ, 1 ഉറുപ്പ്യ പോലും വകയിരുത്തിയിട്ടില്ല. ഫറൂഖിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പാലിറ്റിയിലെ LDF അംഗങ്ങളായ KT മജീദ്, പ്രകാശ് കറുത്തേടത്ത്, E ബാബുദാസ്, M സുധർമ്മ, തെത്തോടൻ ചന്ദ്രമതി തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുന്നതിന്റെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായി എല്ലാ ജില്ലകളിലും പൈതൃക മ്യൂസിയങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കോഴിക്കോട് VK കൃഷ്ണമേനോൻ മ്യൂസിയം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച 3D തിയേറ്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈസ്റ്റ് ഹില്ലിലെ ആർട്ട് ഗാലറി കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ പുതുതായി നിർമ്മിച്ച 3D തിയേറ്ററിന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. 3.36 കോടി രൂപ ചെലവിട്ടാണ് 3D തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. 100 പേർക്ക് ഇരിക്കാനാവുന്ന തിയേറ്ററിൽ പരിസ്ഥിതി, വനം, പൈതൃകം, ചരിത്രം തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയ ത്രിമാന ഹ്രസ്വചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. കുട്ടികൾക്ക് 20 രൂപയും മുതിർന്നവർക്ക് 40 രൂപയുമാണ് പ്രവേശന ഫീസ്. മ്യൂസിയങ്ങളെ ആധുനികവൽക്കരിക്കാനും അവയെ ഭിന്നശേഷി സൌഹൃദമാക്കാനുമുള്ള നടപടി അടുത്ത വർഷം തുടങ്ങുമെന്നും പുതുതലമുറയ്ക്ക് അവബോധം നൽകുന്നതിനായി പുരാരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുക, ഇവ ശാസ്ത്രീയമായി അപഗ്രഥിക്കുക എന്നീ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടെന്നും കോഴിക്കോട്ടെ പുരാവസ്തു പരിവേഷണത്തിൽ നന്നങ്ങാടികൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ ഗവേഷണം ഈ മേഖലയിൽ നടത്തും. കേന്ദ്ര പുരാവസ്തു വകുപ്പുമായി ചേർന്ന് സംസ്ഥാനത്തെ സ്ഥാപനങ്ങൾ കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റുമെന്നും പൈതൃക സ്ഥാപനങ്ങൾ നൈസർഗികമായ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ആധുനികവൽക്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുരാവസ്തുക്കൾ ഡിജിറ്റൽ ആക്സഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് വിശദീകരിച്ചു വരികയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു, പുരാവസ്തു വകുപ്പിന്റെ കീഴിലും പുരാരേഖ മ്യൂസിയം വകുപ്പിന്റെ കീഴിലൊക്കെ ഒരുപാട് സൂക്ഷിക്കേണ്ട വിവിധ കാര്യങ്ങളുണ്ട്. അതിൽ മ്യൂസിയമായി ആവിഷ്കരിക്കേണ്ടത് എന്താണ്, പുരാവസ്തു വകുപ്പ് സൂക്ഷിക്കേണ്ടത് എന്താണ്, പുരാരേഖ വകുപ്പ് സൂക്ഷിക്കേണ്ട ആ നിലയിലൊക്കെ തന്നെ ക്രമീകരിക്കുന്നതിന് ശാസ്ത്രീയമായ അപഗ്രഥനം നടത്തുവാനും നടപടി സ്വീകരിക്കാനുള്ള ഉദ്യോഗസ്ഥ സംഘവും ആളുകളുമൊക്കെ ഉണ്ട്. അവരൊക്കെ അക്കാര്യം ഇടപെട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചടങ്ങിൽ A. പ്രദീപ് കുമാർ MLA അധ്യക്ഷത വഹിച്ചു. MK രാഘവൻ MP, ജില്ലാ കളക്ടർ UV ജോസ് IAS, പുരാവസ്തു പുരാരേഖ വകുപ്പ് ഡയറക്ടർ J. രജികുമാർ, ബീന രാജൻ, CP ദിനേശ്, DCC പ്രസിഡന്റ് T. സിദ്ദിഖ്, PV ഗംഗാധരൻ, CP ഹമീദ്, സുനിൽ സിംഗ് തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കുറ്റിക്കാട്ടൂർ അർബോൾ ഒരുക്കുന്നു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 2017. മാർച്ച് 10 മുതൽ 31 വരെ 5% മുതൽ 30% വരെ വിലക്കുറവ്. പരമ്പരാഗത ഫർണിച്ചറുകൾ, ആധുനിക വിദേശ നിർമ്മിത ഫർണിച്ചറുകൾ, സുവാരി, ബെല്ല മലേഷ്യ, ഇന്ത്യൻ, ഇന്തോനേഷ്യൻ, അർബോൾ തുടങ്ങിയ ബ്രാൻഡഡ് ഫർണിച്ചറുകൾ, ബെഡ്റൂം സെറ്റ്, സോഫ, ഡൈനിങ്, ഓഫീസ് ഫർണിച്ചർ, ഹാൻഡിക്രാഫ്റ്റ്. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ അർബോൾ കുറ്റിക്കാട്ടൂർ. ഫോൺ 8943-894-360, 8943-894-364. വാർത്തകൾ തുടരുന്നു. പെരുവയൽ ഗ്രാമപഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് വിട. ഏപ്രിൽ 1 മുതൽ പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കും. 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ കണ്ടെത്തിയാൽ അവ പിടിച്ചെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് YV ശാന്ത പറഞ്ഞു. ഏപ്രിൽ 1 മുതൽ പെരുവയൽ ഗ്രാമപഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് നിയന്ത്രണം വരുന്നു.
പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിൽ സാധനങ്ങൾ നൽകുന്ന കച്ചവട സ്ഥാപനങ്ങൾ ഇനി മുതൽ പ്ലാസ്റ്റിക് മാലിന്യ പരിപാലന ഫീസായി ഒരു മാസത്തേക്ക് 4000 രൂപ അടച്ച് ഗ്രാമപഞ്ചായത്തിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്കാണ് ആദ്യഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഏപ്രിൽ 1 മുതൽ വിജ്ഞാപനം കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനകൾ നടത്തും. ഇതിനായി പ്രത്യേക സ്ക്വാഡുകളും രൂപീകരിച്ചു. 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ കണ്ടെത്തിയാൽ അവ പിടിച്ചെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും. 50 മൈക്രോണിൽ കൂടുതലുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിൽ സാധനം നൽകുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ആദ്യഘട്ടത്തിൽ ഒരു മാസത്തെ ഫീസായ 4000 രൂപ ഈടാക്കുകയും ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് YV ശാന്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊടുക്കുന്ന സ്ഥാപനങ്ങൾ 4000 രൂപ ഫീസ് ഈടാക്കിക്കൊണ്ടായിരിക്കും. അതേപോലെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനത്തിന് മാത്രമേ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളൂ. ശ്രീരഞ്ജിനി കോടമ്പള്ളിയുടെ സംഗീത കച്ചേരി കോഴിക്കോട്ടെ സംഗീത പ്രേമികൾക്ക് നവ്യാനുഭവമായി. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഈ വർഷത്തെ സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിലാണ് ശ്രീരഞ്ജിനിയുടെ സംഗീത വിരുന്ന് അരങ്ങേറിയത്. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഈ വർഷത്തെ സ്വാതി തിരുനാൾ സംഗീതോത്സവം തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ നടന്നുവരികയാണ്. 24-ാം തീയതി ശ്രീരഞ്ജിനി കേടമ്പള്ളി അവതരിപ്പിച്ച വായ്പാട്ട് കോഴിക്കോട്ടെ സംഗീത പ്രതിനിധികളുടെ മനം കവർന്നു. എൻ സമ്പത്ത് വയലിനും ആർ ശ്യാമകൃഷ്ണൻ മൃദംഗവും പെരുങ്കാവ് PL സുധീർ ഘടം, കണ്ണൂർ PK സന്തോഷ് മുഗർശങ്ക് എന്നിവയിലും പശ്ചാത്തല സംഗീതമൊരുക്കി. ദേശീയ ബാലതരംഗം ജവഹർ ബാലസാഹിത്യ പുരസ്കാരം മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരിക്ക് നൽകും. ഏപ്രിൽ 1 പോലീസ് ക്ലബ്ബിൽ K മുരളീധരൻ MLA പുരസ്കാരദാനം നിർവഹിക്കും. ദേശീയ ബാലതരംഗം സംസ്ഥാന കമ്മിറ്റിയുടെ 2ാമത് ജവഹർ ബാലസാഹിത്യ അവാർഡ് മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരിക്ക് നൽകും. അദ്ദേഹത്തിന്റെ പൂവാലൻ കോഴി എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര വിതരണം ഏപ്രിൽ 1 ശനിയാഴ്ച രാവിലെ പോലീസ് ക്ലബ്ബിൽ K മുരളീധരൻ MLA നിർവഹിക്കും. MP അബ്ദുസമദ് സമദാനി, സംവിധായകൻ ഹരിഹരൻ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, TV ബാലൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ബാലതരംഗം സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ജഗത്മയൻ ചന്ദ്രപുരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലളിതമായ ഭാഷയും കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലുള്ള കൃതി എന്ന നിലയ്ക്കാണ് ഈ കൃതിക്ക് പരിഗണന കൊടുത്തിരിക്കുന്നത്. ഇത് പുരസ്കാര വിതരണം നടക്കുന്നത് ഏപ്രിൽ 1 ശനിയാഴ്ച കോഴിക്കോട് പോലീസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലാണ്. KT മുഹമ്മദ് അനുസ്മരണ സമിതിയുടെയും പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ KT അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ആർട്ട് ഗാലറിയിൽ നടന്ന പരിപാടിയിൽ ആവിഷ്കാരം, ജനാധിപത്യം, സംസ്കാരം എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. KT മുഹമ്മദ് അനുസ്മരണ സമിതിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ ആർട്ട് ഗാലറിക്ക് സമീപം KT മുഹമ്മദ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. KT അനുസ്മരണത്തോടനുബന്ധിച്ച് ആവിഷ്കാരം, ജനാധിപത്യ, സംസ്കാരം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ജാനമ കുഞ്ഞുണ്ണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KT കുഞ്ഞിക്കണ്ണൻ, ഐസക് ഈപ്പൻ, PK പത്മാവതി, പ്രൊഫസർ V സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കറവറ്റ പശു എന്നുള്ള നാടകം ഞങ്ങൾ ടൗൺ ഹാൾ അവതരിപ്പിക്കാൻ തീർച്ചയായിട്ടും. അന്ന് PA വാര്യമാഷയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയത്. വളരെ ചിട്ടയായ, വളരെ ഭംഗിയായിട്ടുള്ള അവതരണത്തിനാണ് ഞങ്ങൾ കോപ്പുകൂട്ടിയത്. KT അനുസ്മരണ സമാപന സമ്മേളനം എഴുത്തുകാരൻ UA ഖാദർ ഉദ്ഘാടനം ചെയ്യും. KEN സ്മാരക പ്രഭാഷണം നടത്തും. നാടക പ്രവർത്തകരുടെ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഒറ്റത്തണ്ടിൽ നിന്നും 15 കിലോ തൂക്കത്തിൽ ഭീമൻ മരച്ചീനി വിളവെടുത്തു. ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഉൽപ്പാദിപ്പിച്ച ഹോമിയോ അഗ്രോ കെയർ എന്ന മരുന്നിന്റെ ഉപയോഗവും ജൈവവളവുമാണ് അസാമാന്യ വലിപ്പമുള്ള മരച്ചീനിക്ക് വളമായത്. ജവഹർ നഗർ കോളനി പരിസരത്തു നിന്നാണ് 15 കിലോ ഭാരം വരുന്ന മരച്ചീനി കണ്ടെത്തിയത്. ആദ്യ വിളവെടുപ്പിൽ തന്നെ ഒറ്റത്തണ്ടിൽ നിന്നും അസാമാന്യ വലിപ്പത്തോടുകൂടി വിളവെടുത്ത മരച്ചീനി നാട്ടുകാരിൽ കൌതുകമുണർത്തുന്നു. ഇത്രയും വലിയ മരച്ചീനിയുടെ കാരണക്കാരൻ ഹോമിയോ അഗ്രോ കെയർ എന്ന ഒരു മരുന്നിന്റെ ഉപയോഗമാണ്. കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഉൽപ്പാദിപ്പിച്ചെടുത്ത
ഹോമിയോ അഗ്രോ കെയർ മരച്ചീനിയുടെ വളർച്ചയെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത് ഏറ്റവും നല്ല രുചിയുള്ള കപ്പ വർഗത്തിൽപ്പെട്ടതാണ്. ഇത് 11 മാസം തുടർച്ചയായിട്ട് പരിസരത്തെ ഒരു പ്ലോട്ടിൽ ധാരാളം കാടുകളും പുല്ലുകളും വളർന്നു നിന്നിട്ടും എലിയുടെ സഞ്ചാരം ധാരാളം ഉണ്ടായിട്ടും ഈ മരുന്നിന്, ഈ ഹോമിയോ മരുന്ന് ഉപയോഗിച്ചതുകൊണ്ടാകാം എലിശല്യം ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കപ്പയുടെ ഇലകൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു വൈറസ് രോഗമുണ്ട്. ആ വൈറസ് രോഗം ഇതിന് തീരെ കണ്ടില്ല. മാവേലിക്കരയിൽ നിന്നാണ് പ്രത്യേക ഇനത്തിൽപ്പെട്ട മരച്ചീനി തണ്ട് എത്തിച്ചത്. മറ്റ് ജൈവവളങ്ങൾ ഉപയോഗിച്ച് 6 മാസത്തിനു ശേഷമാണ് 15 കിലോ ഭാരം വരുന്ന മരച്ചീനി വിളവെടുത്തത്. കാട് പിടിച്ചതും എലിശല്യം രൂക്ഷമായ പ്രദേശത്തായിട്ട് പോലും മരച്ചീനിയുടെ പരിസരത്തേക്ക് എലികൾ വരാറില്ല. മരച്ചീനി ചെടികൾക്കുണ്ടാവുന്ന വൈറസ് രോഗങ്ങളൊന്നും ചെടിയെ ബാധിക്കാത്തതും ഹോമിയോ അഗ്രോ കെയറിന്റെ ഉപയോഗം കൊണ്ടാണ്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് 15 കിലോ ഭാരത്തിൽ ഒരു മരച്ചീനി വിളവെടുത്തതെന്ന് കരുതപ്പെടുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്രമവും അഴിമതിയും നിറഞ്ഞ കേരള ഭരണത്തിന്റെ മാതൃക കോഴിക്കോട് കോർപ്പറേഷനിൽ അനുവദിക്കില്ലെന്ന് BJP സംസ്ഥാന സമിതി അംഗം ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്താൻ മാതൃഭാഷയെ പടിക്ക് പുറത്താക്കരുതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം KT രാധാകൃഷ്ണൻ. PSC പരീക്ഷ മലയാളത്തിലാക്കാൻ മലയാള ഐക്യവേദിയുടെ ധർണ. സർക്കാരിന് നേരെ ജീവനക്കാരുടെ ആവശ്യമുന്നയിക്കേണ്ട യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് NGO യൂണിയൻ എന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് സംഘ് സംസ്ഥാന സെക്രട്ടറി B. ജയപ്രകാശ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotico. We will treat you